ഗൾഫേരിയൻ ചർച്ചയിലേക്ക് കടക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തുകയാണ്. പ്രധാനമന്ത്രിയായതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് മോദി തൃശൂരിലെത്തുന്നത്. തൃശൂരിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്ന നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചനകളുണ്ട്. കൂടുതൽ കേന്ദ്ര നേതാക്കൾ ഇത്തവണ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ സന്ദർശനം രാഷ്ട്രീയപരമായി ഏറെ നിർണായകവുമാകുന്നു. ഇതോടൊപ്പം ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകളും തൃശൂരിൽ ഉണ്ടായേക്കാം. മോദി കേരളത്തിലെത്തുന്നത് കൃത്യമായ കണക്ക് കൂട്ടലോടെയാണ്. തൃശൂർ പിടിക്കാൻ ഒരു മുഴം മുന്നേയോ, ക്രൈസ്തവ പ്രീണനമോ, വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ? ഗൾഫ് 18 പരിശോധിക്കും. കോൺഗ്രസ് നിരീക്ഷകൻ അനുഭാവി അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഒപ്പം ഇടത് നിരീക്ഷൻ ഷമീർ TP, BJP അനുഭാവി TR രമേശ് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കയറി വന്നതുകൊണ്ടാണ് ഒരല്പം വൈകിപ്പോയത്, അതിനുള്ള ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ശ്രീ TR രമേശ്, മറ്റന്നാൾ നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു, തൃശ്ശൂരിലെത്തുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട് BJP എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ കളം പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് BJP എന്ന് അണികൾ കരുതുന്നുണ്ടോ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയമായിട്ട് മാത്രമല്ല. രാഷ്ട്രീയമുണ്ട്, തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമില്ലാത്ത ഒരു സംഭവമൊന്നുമല്ല അത്. പക്ഷെ നിങ്ങൾ ഇതിൽ ഇൻട്രോയിൽ സൂചിപ്പിച്ച മാതിരി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനോ ഒന്നുമല്ല നരേന്ദ്രമോദി എത്തുന്നത്. കേരളത്തിലെ പല ഭാഗങ്ങളിലായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എറണാകുളത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ പ്രദേശങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തൃശ്ശൂർ സെലക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നടക്കാൻ പോകുന്നത് വനിതകളുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു 2 ലക്ഷത്തോളം വരുന്ന വനിതകൾ, അതിലും ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്തെങ്കിലും തരത്തില് കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ആളുകളെയാണ് പങ്കെടുപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം തന്നെയാണ് അത്. ഒരു സംശയവുമില്ല. താങ്കൾ പറഞ്ഞതിൽ എനിക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും വലിയ സംശയങ്ങളൊന്നുമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഏറ്റവും ഇന്ന് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് എന്നുള്ളത് മറ്റുള്ള ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തി തൃശ്ശൂര് എത്തുകയും വ്യക്തമായ രാഷ്ട്രീയത്തിലൂടെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട്, സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ നിന്നും എനിക്ക് പ്രതീക്ഷയുള്ളത്. അത് മാത്രമല്ല, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെന്നല്ല ഭാരതത്തിൽ മൊത്തം നടത്തി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് ഈ തൃശ്ശൂര് വരുന്നത്. സ്വാഭാവികമാണെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ മണ്ഡലമായി കണക്കാക്കുന്ന മണ്ഡലമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. തൃശ്ശൂരിൽ വിജയപ്രതീക്ഷ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രകടമായി പങ്കുവെക്കുന്ന ഒരു വിഷയം കൂടിയാണ്. എന്ത് സംഭവിച്ചാലും, ഇടതുപക്ഷവും കോൺഗ്രസും മറിച്ചെന്ത് പറഞ്ഞാലും തൃശ്ശൂരിങ്ങ് എടുത്തേ തീരൂ എന്ന് ഉറപ്പിക്കുകയാണ് BJP എന്നുകൂടിയാണ് കരുതുന്നുണ്ടാവുമോ? അല്ല, തൃശ്ശൂർ ഇപ്പോ ഇന്ന് പല ചാനലുകളിലും ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് പോലും ആ ചാനൽ അവതാരകർ, താങ്കളെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ചില ചാനലുകളുടെ അവതാരകർ പോലും തൃശ്ശൂർ ഒരു കാരണവശാലും BJPക്ക് കിട്ടരുത്, അതായത് ആ രീതിയിലുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതായത് അവർക്ക് വരെ, അതായത് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള, ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിട്ടുള്ള പത്രമാധ്യമ പ്രവർത്തകർക്ക് വരെ വിരളി പിടിച്ചിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട് തൃശ്ശൂരിൽ. അത് സത്യമാണ്. അത് സത്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം തൃശ്ശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ഇന്ന് രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ 28% കൂടുതൽ വോട്ട് കിട്ടിയോടത്ത് ഇത്തവണ വിജയിക്കും എന്നുള്ള, കഴിഞ്ഞ തവണ സുരേഷ് ഗോപി നിന്നപ്പോൾ നിങ്ങൾക്കറിയാം, സുരേഷ് ഗോപി കഴിഞ്ഞ തവണ നിന്ന സമയത്ത് സുരേഷ് ഗോപി ജസ്റ്റ് ഒരു പൊളിറ്റിക്സിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു മേഖലയിൽ പ്രവർത്തനം മറ്റുള്ള കാര്യങ്ങൾക്കോ സമയം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയില്ല അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ അവിടെ തന്നെയാണോ എന്നുള്ളതൊന്നും, അതൊക്കെ BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ താങ്കൾ പറഞ്ഞു, ഞാൻ വ്യക്തമായിട്ട് വിലയിരുത്തുന്നു, ഇന്ന് തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒപ്പം നിൽക്കാനുള്ള മനസ്സുള്ള ഒരുപാട് പേർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഫലമായി തൃശ്ശൂരിലും ഒരു മാറ്റം സംഭവിക്കാം. കേരളത്തിലെ ഒരുപക്ഷെ 3, 4, 5 സീറ്റുകൾ കിട്ടുന്നതിൽ ഒരു സീറ്റ് ചിലപ്പോൾ തൃശ്ശൂരായിരിക്കാം BJPക്ക് എന്നുള്ളതിലാണ് എന്റെ ഒരു അനുമാനം. കാരണം
തൃശ്ശൂര് BJP തോൽപ്പിക്കുക എന്നുള്ള ഒരു അസാധ്യമായ കാര്യമാണ് എന്നുള്ളത് ഇന്ന് രഹസ്യമായി പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പൊളിറ്റിക്കലായിട്ട് വിലയിരുത്തുന്നതാണ്, BJP അനുഭാവം എന്നുള്ള രീതിയിൽ. കാര്യം നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ പറയുന്നത് BJP ഏകദേശം തൃശ്ശൂര് ലോക്സഭാ മണ്ഡലം വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു നെഗറ്റീവ് അവിടെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഉൾഘടകങ്ങളിൽ ചർച്ചയായി വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കാണാതെ ഇരുന്നുകൂടാ. അതോടൊപ്പം നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം അതിനൊരു ബൂസ്റ്റ് ആയിരിക്കും. ഞാൻ തിരികെ എത്താം. ശ്രീ TR രമേശ്, ശ്രീ അജി കുര്യക്കാസ്, എന്തുകൊണ്ട് തൃശൂർ എന്ന ചോദ്യം ഉയർന്നതാണ്. വിജയമുണ്ടായാലും വിജയമില്ലെങ്കിലും നേരത്തെ തന്നെ ഒരു മുഴം മുന്നെയോ അല്ലെങ്കിൽ പല മുഴം മുന്നെയോ നേരത്തെ എറിഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു കളമൊരുങ്ങാൻ BJP തയ്യാറായിരിക്കുന്നു, പാർട്ടി തയ്യാറായിരിക്കുന്നു എന്ന് അണികൾക്കും ഒരു സന്ദേശം നൽകുക. അത് വ്യക്തമല്ലേ? ഇതിനകത്ത് ഇപ്പം ശ്രീ രമേശ് പറഞ്ഞതുപോലെ ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സുരേഷ് ഗോപി മത്സരിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങളോടൊപ്പം തന്നെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളോടും കൂടിയാണ്. ഇതുവരെ ഈ സുരേഷ് ഗോപി ഇപ്പോഴും അതൊരു ഓഡ് നമ്പറായിട്ട് കിടക്കുകയാണ് ഈ പാർട്ടിക്കകത്ത്. കേരളത്തിലെ പണ്ട് മറ്റു പല മാധ്യമ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞാൽ കേരള ജനതാ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി അല്ല, കേരള ജനതാ പാർട്ടിയിൽ ഇപ്പോഴും സുരേഷ് ഗോപിക്ക് ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നില്ല ഒരു വിഷയമല്ല. കാരണം എങ്ങനെ തന്നെ മത്സരിച്ചാലും അദ്ദേഹം അവിടെ ജയിക്കാൻ പോകുന്നില്ല. കാരണം നേരത്തെ രമേശ് സൂചിപ്പിച്ചത്, മുൻപ് മത്സരിച്ചപ്പോൾ ജയത്തിനോട് അടുത്തെത്തി എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് ആരും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അദ്ദേഹം വരട്ടെ, രാഷ്ട്രീയത്തിലേക്ക് വന്നല്ലോ, ഇപ്പൊ രാഷ്ട്രീയത്തിലെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി അദ്ദേഹത്തിന് തൃശ്ശൂർ ജനത എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് തൃശ്ശൂരിൽ കാണാം. ഒരു തൃശ്ശൂർക്കാരൻ എന്നുള്ള രീതിയിൽ, ഞാനും രമേശും തൃശ്ശൂരിലുള്ള ആൾക്കാരാണ്, തൃശ്ശൂർക്കാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സുരേഷ് ഗോപിനെ തൃശ്ശൂർ ജനത കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ, അദ്ദേഹം സീറ്റ് കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും, അത് തൃശ്ശൂർ ആകണം. അതാണ് ആദ്യത്തെ കാര്യം. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് കേരള ജനതാ പാർട്ടിക്കാരാണ്, BJP അല്ല, ഭാരതീയ ജനതാ പാർട്ടി അല്ല. പിന്നെ തൃശ്ശൂർ എന്തുകൊണ്ട് നരേന്ദ്രമോദി വരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമുക്കറിയാം, ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അതുപോലെ തന്നെ തൃശ്ശൂർ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം, കോട്ടയം പോലെ തന്നെ. അപ്പോ ഇവിടെ ഇപ്പോൾ ഈ ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുള്ള, മണിപ്പൂരിൽ നടന്നിട്ടുള്ള കലാപങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുള്ള കൂട്ടക്കൊലകളും ഒക്കെ എങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടി കുറെ ശ്രമങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. കാരണം അതിനകത്ത് ഒരു ശ്രമമാണ് നേരത്തെ പറഞ്ഞതുപോലെ ബിഷപ്പുമാരെ മറ്റേ ഈ ക്രിസ്മസ് പാർട്ടിക്ക് വേണ്ടി വിളിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. ഇതൊക്കെ ഒരു തരത്തിലുള്ള ഗിമ്മിക്കുകളാണ്. ഇതന്നെ ഇപ്പൊ കേരളത്തില് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത് പോലെ തന്നെ അത് പിണറായി വിജയൻ സാറ് അദ്ദേഹത്തിന്റെ ഇപ്പം ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു ശിഷ്യനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ശ്രീ നരേന്ദ്രമോദി ഇത് വളരെ കാലങ്ങളായിട്ട് ഈ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തത്വം എങ്ങനെയൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പലയിടത്തും വിജയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം അത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഇന്ത്യയിലെ BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിഭജിച്ച് വിഘടിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തത്വം അത് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പൊ ആ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഈ തൃശ്ശൂർ വരുന്ന ഈ വരവ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പൊളിറ്റിക്സ് ഇല്ല ഇവിടെ എന്ന് പറഞ്ഞു. പൊളിറ്റിക്സ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ നടക്കുന്നത്. കാരണം ഇതൊരു റോഡ് ഷോ നടക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ റോഡ് ഷോ ആണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള റോഡ് ഷോകളും ഗിമ്മിക്കുകളും ഒക്കെ കൊണ്ട് വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ള ഒരു മിഥ്യയായ ഒരു ധാരണയാണ്. കേരളത്തിൽ അത് നടക്കൂല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ ജനതാ പാർട്ടിക്കാർ തന്നെയാണ്. കേരളത്തിലെ BJPയുടെ നേതാക്കൾ തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. പണ്ട് അമിത്ഷാ ഇതുപോലെ തന്നെ തേക്കിൻകാട് മൈതാനത്ത് വലിയൊരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഷോയ്ക്കകത്ത് സുരേഷ് ഗോപിക്ക് പോലും വേദിയിൽ സ്ഥാനമില്ലാതിരുന്നിട്ടുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കണം. പക്ഷേ അജി കുര്യക്കാസ്, ഞാൻ ചോദിക്കുന്നത്, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. നടത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോഴും ഈ പറയുന്ന പോലെ ക്രൈസ്തവ അനുഭാവികൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗം ഒരു അനുഭാവം BJPയോട് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിബേറ്റബിൾ ആയിട്ടൊരു വിഷയമാണ്. ഇതിനകത്ത് യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും യെസ് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്ന വിഷയമല്ല. ഇവർക്കെതിരെയുള്ള, സുരേഷ് ഗോപി അടക്കമുള്ളവർക്കെതിരായിട്ടുള്ള വിമർശനം തള്ളിയ തൃശ്ശൂർ അതിരൂപത വരെ നിലപാട് വരെ നമുക്ക് അറിയുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ പക്ഷത്ത് നിന്ന് ഒരു വിഭാഗമെങ്കിൽ ഒരു വിഭാഗം അനുകൂലമായിട്ട് വോട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ പിന്തുണ കൊടുത്തേക്കാം. അതിനുള്ളൊരു സാധ്യത തള്ളിക്കളയുന്നുണ്ടോ?
ഇവിടെ ഇപ്പോ ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു പേടി എന്ന് പറയുന്നത് അത് മുതലെടുക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച തന്നെ വന്നത്? ഇത്തരം ഒരു ചർച്ച വരുന്നത് തന്നെ ക്രൈസ്തവ വിഭാഗത്തിനെ ഈ കേരളത്തിലെ സർക്കാർ അനുകൂലിക്കുന്നില്ല എന്നും ആ വിഭാഗത്തിനെ എതിർത്തുകൊണ്ട് പോവുകയാണെന്നുള്ളതും പല മന്ത്രിമാരുടെ പ്രസ്താവനകളും ഇപ്പൊ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല, ചർച്ച അതിലെല്ലായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അത്തരം പല പ്രസ്താവനകളോട് ക്രൈസ്തവ വിഭാഗത്തിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണ്. ആ ഇൻസെക്യൂരിറ്റി ചെയ്യുന്ന ക്രൈസ്തവ വിഭാഗത്തിന് മതമേലധ്യക്ഷന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ മണിപ്പൂരിൽ നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഈ ക്രിസ്മസ് പാർട്ടിക്കകത്ത് ചോദിച്ചില്ല? അതാ ചോദിക്കാനുള്ള ഒരു അവസരമല്ലായിരുന്നു. അവർ ചോദിക്കും, ഒരു അവസരം വന്നാൽ ചോദിക്കും. ഇപ്പൊ താമരശ്ശേരി രൂപതയിൽ നിന്ന് അതേ ബിഷപ്പ് ചോദിച്ചല്ലോ, വളരെ വ്യക്തമായിട്ട് ചോദിച്ചല്ലോ, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രൈസ്തവർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അടിച്ചമർത്തി ചെയ്തുകൊണ്ട് ഈ ക്രൈസ്തവർ വോട്ട് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ഇദ്ദേഹം വരികയാണോ എന്നുള്ളത് ഈ ചോദ്യങ്ങളൊക്കെ 2024 ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ക്രൈസ്തവ വിഭാഗം ചോദിക്കും. മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും, ഒരു വിഭാഗം മാത്രമല്ല, ഒരു ജനങ്ങൾ കൃത്യമായിട്ട് ചോദിക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്, രാഷ്ട്രീയ ബോധവാന്മാരാണ് എന്നുള്ളതുകൊണ്ട്. അതെ, അപ്പോഴും അനുകൂല വിഭാഗവും അതിലില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ തിരികെ എത്താം മജി കുര്യക്കോസ്. ശ്രീ ഷമീർ ടി പി, BJPക്ക് ജയിക്കാൻ കഴിയാതിരുന്ന പല സംസ്ഥാനങ്ങളിലും BJP നടത്തിയ പ്രചാരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സ്റ്റാർ ക്യാമ്പയിനറാക്കി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. അതെല്ലാം ക്ലിക്ക് ചെയ്ത ചരിത്രം അവരുടെ മുന്നിലുമുണ്ട്. കേരളത്തിലേക്ക് ഇടത് വലത് മുന്നണികൾ ആരായിരിക്കും പ്രധാനമായിട്ട് ഈ സീറ്റ് വിഭജന ചർച്ചകൾ പോലും പൂർത്തിയാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും നേരത്തെ തന്നെ ഒരു കളം ഒരുക്കാൻ BJP ഒരു ശ്രമം നടത്തുന്നു. നരേന്ദ്രമോദി തന്നെ കേരളത്തിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും കൃത്യമായൊരു ടാർഗറ്റ് അവർ കാണുന്നുണ്ട് എന്നത് ഉറപ്പല്ലേ? തീർച്ചയായും അപർണ, നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയമായ പ്രബുദ്ധമായ ജനതയ്ക്ക് അതിനേക്കാൾ വ്യക്തമായ കണക്കുകൂട്ടലുകളുണ്ട്. നമുക്കറിയാം, നമ്മൾ സ്ക്രീനിലും മറ്റുമൊക്കെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയും ആവേശപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സുരേഷ് ഗോപി തൃശ്ശൂർ ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുവാണ് എന്നൊരൊറ്റ ഡയലോഗിലൂടെ തന്നെ കോമാളി കഥാപാത്രമായി മാറിയതുപോലെ കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ മാത്രം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായി കേരളത്തിലേക്ക് എത്തുന്ന നരേന്ദ്രമോദി ഒരു ഹാസ്യ കഥാപാത്രമായി മാറുകയാണ്. ഇപ്പോൾ സാന്ദർഭികമായി ഇപ്പോൾ BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച സുഹൃത്ത് പറയുകയുണ്ടായി, കഴിഞ്ഞ തവണ കേരളത്തിൽ അവർ സമ്മേളനം വിളിച്ചു കൂട്ടിയത് യുവാക്കളുടേതാണ്, ഇപ്രാവശ്യം അവർ വിളിച്ചു കൂട്ടുന്നത് വനിതകളുടേതാണ്, സ്ത്രീകളുടേതാണ്. 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്ന് BJP പ്രതിനിധി പറയുകയുണ്ടായി. തീർച്ചയായും ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ വസതിക്ക് മുമ്പിൽ തന്റെ അവാർഡുകൾ ഉപേക്ഷിച്ച ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന സാക്ഷി മാലിക് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുഖമാണ്. ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അത്ലറ്റിനെ അവർക്ക് പോലും നീതി കൊടുക്കാൻ സാധിക്കാത്ത നരേന്ദ്രമോദിയാണ് കേരളത്തിൽ 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ മുമ്പിൽ ഇപ്പോഴും മിന്നിമറയുന്ന ഒരു ചിത്രമുണ്ട്. മണിപ്പൂരിൽ 2 സ്ത്രീകൾ നഗ്നരായി ഓടുന്ന ഒരു ചിത്രം. മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യന്റെ മുന്നിലും കാലങ്ങളോളം മായ്ക്കപ്പെടാത്ത ഒരു ചിത്രമാണ് 2 സ്ത്രീകൾ നഗ്നരായി മണിപ്പൂരിലൂടെ ഓടുന്ന ഒരു ചിത്രം. അവർക്കൊന്നും നീതി കൊടുക്കാൻ കഴിയാത്ത നരേന്ദ്രമോദിയാണ് കേരളത്തിലെ സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയ ഗിബിക്കളുമായി കേരളത്തിലേക്ക് വരുന്നത്. ഒരു നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, കേരളം അവരർഹിക്കുന്ന പുച്ഛത്തോടെ നരേന്ദ്രമോദിയെ തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഷബീർ, അപ്പോഴും ഈ ദേശീയ വിഷയം അതല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. നമ്മുടെ സിനാറിയോ വേറെയാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് പോലെ ഇപ്പോൾ ഈ പുറത്തുള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ ദേശീയ തലത്തിൽ, പാൻ ഇന്ത്യ തലത്തിൽ അഫക്റ്റ് ചെയ്ത വിഷയങ്ങൾ ആ രീതിയിൽ തന്നെ കേരളത്തിൽ റിഫ്ലക്ട് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അതൊരു പക്ഷേ BJP കാണുന്നുണ്ടാവുമെങ്കിലോ? തീർച്ചയായും അവർ അങ്ങനെ തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത്. പ്രാദേശിക വിഷയങ്ങളെ കൂടുതൽ തീവ്രതയോടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉൾക്കൊള്ളുക എന്നുള്ളത് അവർ ലക്ഷ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്, യാഥാർത്ഥ്യമാണോ എന്നറിയില്ല, ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ സംസാര വിഷയമായ മറിയ ചേട്ടത്തിയാണ് ഈ BJPയുടെ വേദിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് എന്നുള്ളൊരു ശ്രുതി കേട്ടു. അത് സത്യമാണെങ്കിൽ
കേരളത്തിലെ പ്രാദേശിക വിഷയങ്ങളെ ഊതിപ്പെരിപ്പിച്ച് ലാഭം കൊയ്യുക എന്നുള്ള നേട്ടത്തിന് വേണ്ടി തന്നെയാണ് BJP ലക്ഷ്യമാക്കുന്നത്. സാധാരണ കോൺഗ്രസ് ഒരാളെ കണ്ടെത്തുന്നു, ആളുകളുടെ മുന്നിൽ പൊടിയിടാൻ വേണ്ടി ഒരു വ്യക്തിയെ കണ്ടെത്തുന്നു, അതിനെ BJP ചൂണ്ടിപ്പോകുന്നു എന്നുള്ളതാണല്ലോ കുറച്ച് കാലങ്ങളായി. അതിനുണ്ടോ മറുപടി? അല്ല, ഇതിൽ രണ്ടുപേർക്കുള്ള മറുപടി പറയാനുണ്ട്. ഒന്ന്, ഇടത് പ്രതിനിധി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സുരേഷ് ഗോപി കോമാളി അല്ലെങ്കിൽ ഹാസ്യ കഥാപാത്രം. ശരിക്കും കേരളത്തിലെ ഹാസ്യ കഥാപാത്രം ആരാ? തോക്കിന്റെ ഇടയിലൂടെ കടന്നുപോയ വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ഊരിപ്പിടിച്ച വാളുകളുടെ ഇടയിലൂടെ കടന്നുപോയ വ്യക്തിയുണ്ട്. ആ പറയുന്ന പിണറായി വിജയനാണ് ഏറ്റവും വലിയ കോമാളിയും ഹാസ്യ കഥാപാത്രവും. അദ്ദേഹം മനസ്സിലാക്കട്ടെ. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞ മറ്റൊരു മറുപടി, അഞ്ജു ബോബി ജോർജ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായി പങ്കെടുത്ത പരിപാടിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് ഇവിടുത്തെ അത്ലറ്റ്സിനെ ഇപ്പോഴത്തെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്. അദ്ദേഹം അതൊന്ന് കേട്ടാൽ മതി, ഞാൻ അതിന് കൂടുതൽ മറുപടി പറഞ്ഞത്. അഞ്ജു ബോബി ജോർജ് കേരളത്തിന്റെ ആളാണ്, കേരളത്തിൽ അവരെ എങ്ങനെയാണ് അവഗണിച്ചതെന്നും അവർ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. പിന്നെ മറിയ ചേട്ടത്തി സിംബോളിക്കൽ റെപ്രസെന്റേഷൻ അല്ലേ? അതായത് പെൻഷൻ കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അതാത് മാസം പെൻഷൻ കൊടുക്കുന്നു. ആ പെൻഷൻ കൊടുക്കുന്നില്ല ഒരു പാവപ്പെട്ട ചേച്ചിക്ക്, അത് ഊതിപ്പെരിപ്പിക്കണമെന്ന്. നിങ്ങൾ 5 മാസത്തെ പെൻഷൻ കൊടുക്കാതെയും എന്നിട്ട് വേണം വർത്താനം പറയാനായിട്ട്. അത് കൊടുത്തതിന് ശേഷം ഇവർക്ക് മറിയച്ചേട്ടത്തി ഒരു സിമ്പിൾ മാത്രമാണ്, ഇങ്ങനെ എത്രയോ പേര് കേട്ടാനുണ്ട്. അതിനെ പറ്റി അഭിസംബോധന ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പോ അജി പറഞ്ഞത് KJP എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും വളരെ, ഞാൻ ശ്രീ അജി കുരുക്കാദിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മളൊരു മാന്യമായ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ഇത്ര നാളും ചർച്ച ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന അദ്ദേഹം ചെയ്തായിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി സുരേഷ് ഗോപിയെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു അനുഭാവി മാത്രമാണ്. ഞാൻ അവിടുത്തെ സംഘടനയുടെ ഇപ്പോഴത്തെ ഒരു ചുമതല വഹിക്കുന്ന ഞാൻ പ്രവാസിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ സുരേഷ് ഗോപിക്ക് എന്താണ് കേരളത്തിലും അല്ലെങ്കിൽ തൃശ്ശൂരും ഉള്ള ഒരു ശക്തി എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. ഇവര് പറയുന്നത്, ഇപ്പോ ഇടത് പ്രതിനിധി പറഞ്ഞ കേരളത്തിലെ ജനമനസ്സ് എന്താ? LDFന്റെ വീടിന്റെ ഉള്ളിലാണോ ചെന്നിരിക്കുന്നത്? LDFന്റെ തീരുമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് ഇവിടുത്തെ പൊതുജനം തീരുമാനിക്കുന്നേ. ഈ ത്രിപുരയിൽ ഇതമാരില്ല പറഞ്ഞ. ഇപ്പൊ ഇവര് പറയുന്നത് ലക്ഷ്യമിടുന്നുണ്ടാകുമോ? അങ്ങനെ അണികൾ കരുതുന്നുണ്ടോ? രമേശ്, ഒറ്റ മിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് സുരേഷ് ഗോപി വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട്. സുരേഷ് ഗോപി വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞപ്പോഴാണ് ഇവരുടെ ഇടത് സഹയാത്രികൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കേസിൽ കൊടുക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ പ്രതിനിധികളെ എന്ത് സംസാരിച്ചാലും, ഇനി വലത് പ്രതിനിധികൾ എന്ത് സംസാരിച്ചാലും, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഇന്ന് ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു അഭിനേതാവുമാണ്. അതിനെ ഇവരെ എന്ത് വിളിച്ച് പറഞ്ഞാലും സുരേഷ് ഗോപി എന്നുള്ള പറയുന്നത് ഇന്ന് ഇദ്ദേഹത്തിനെ പോലെ പിണറായി വിജയന്റെ പോലെ ഒരു കോമാളിയല്ല, മറിച്ച് രാഷ്ട്രീയം പറയുന്നതിനകത്തൊരു റീഡ് ബിറ്റ്വീൻ ലൈൻ ഇല്ലേ? രമേശ് പറയുന്നൊരു റീഡ് ബിറ്റ്വീൻ ലൈൻ ഇല്ലേ? അതായത് മോദി വന്നാലും ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ്, അദ്ദേഹം കാൻഡിഡേറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നേതാവാണെങ്കിലും അണികൾക്കുള്ള വിശ്വാസം ഇത്രയും ആഴത്തിലുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ശ്രീ രമേശ്. അങ്ങനെയല്ലേ അജി കുരുക്കസായ് ഒരു റീഡ് ബിറ്റ്വീൻ ലൈൻസ് വായിക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ അധിക്ഷേപിക്കുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളൊരു ഒരു വീക്ഷണമാണ് എനിക്കുള്ളത്. അദ്ദേഹം ഒരു വ്യക്തി, നല്ലൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കും അദ്ദേഹത്തിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും നല്ലൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അദ്ദേഹത്തെ ഉയർത്തി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അദ്ദേഹം 2 പ്രാവശ്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുകയും വളരെ കുറച്ച് വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. ഇനി മത്സരിച്ച് തൃശ്ശൂരിൽ നിന്ന് വിജയിക്കാനുള്ള ഒരു സാധ്യത ഒരിക്കലും കാണുന്നില്ല. നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുള്ളൂ, ഇതിന്റെ കൂടെ രാഷ്ട്രീയം കൂടി പറയണല്ലോ. കാരണം ഇവിടെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഇടതുപക്ഷ വോട്ടുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്ക് കാണാം, ഇടതുപക്ഷ വോട്ടുകൾ കുറെ BJPയിലേക്ക് മാറിയിട്ടുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ വോട്ടുകളെ അവർക്ക് തൃശ്ശൂർ ജില്ലയിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ ഈ വന്നിട്ടുള്ള മറുപടി ഷമീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമായിരിക്കും അല്ലെ? സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ കരുവന്നൂരിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പല വിവിധ സഹകരണ മേഖലകളിലൊക്കെ സംഭവിച്ചിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് കുറച്ചുകൂടി രൂക്ഷമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മളെല്ലാം കാണുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ പല പടങ്ങളും നമ്മൾ കാണുന്നു, അദ്ദേഹത്തിന് നമ്മൾ കൈയടിക്കുന്നു. കമ്മീഷണർ തൊട്ട് അദ്ദേഹം ഇത് വലിയൊരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരായ ആളുകൾക്ക് സ്വല്പം, അതിപ്പോ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ മമ്മൂട്ടിയും മോഹൻലാലും മത്സരിക്കുകയാണെങ്കിൽ ഇപ്പൊ മുകേഷും അതുപോലെ തന്നെ അതുപോലെ തന്നെ ശ്രീ ഗണേഷ് കുമാറൊക്കെ വിജയിക്കുന്നതിൽ ഒരു പരിധി, അത് അവരുടെ സൂപ്പർ താര പദവി അല്ലെങ്കിൽ സിനിമ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ടാവും.
അപ്പൊ അത്തരത്തിൽ കുറച്ച് വോട്ടുകൾ കിട്ടുമെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും തറപ്പിച്ച് പറയുന്നു, തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോഴത്തെ തൃശ്ശൂരിന്റെ ഇപ്പോഴത്തെ മനസ്സനുസരിച്ചിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അതായത് ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് മുതലാക്കിക്കൊണ്ട് ഈ വടക്കൻ മേഖലകളിൽ BJP നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ പരിവേഷം ഇതെല്ലാം കൃത്യമായിട്ടും അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഒപ്പം തന്നെ ഇവിടെ ഒരു കാരണവശാലും ഇപ്പൊ സുരേഷ് ഗോപി എന്നല്ലല്ല, ശ്രീ നരേന്ദ്രമോദി തന്നെ മത്സരിക്കുകയാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അവർക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അവർക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള തോന്നൽ എനിക്ക്. ഒരു മറുപടി, BJP ഉറ്റുനോക്കുന്ന വോട്ടുകൾ ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസ് അനുഭാവിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഉണ്ടാകാൻ പോകുന്ന ചോർച്ച തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിൻ്റെതായിരിക്കുന്നതാണോ? വിജയത്തിൽ കുറഞ്ഞതല്ലാതെ ഒന്നും ഇടതുപക്ഷം ആവർത്തിക്കുകയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇപ്പോൾ. തീർച്ചയായും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വളരെ വളക്കൂറുള്ള മണ്ണാണ്. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ചെറിയ സാങ്കേതിക വിഷയങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ ഷമീറിലേക്ക് വരുന്നതിന് മുമ്പ് വീണ്ടും ശ്രീ TR രമേശ്, ഓക്കെ ഷമീർ തുടരാം. അപർണ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ. അപർണ, അതിനു മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ സുരേഷ് ഗോപിയെ കോമാളി എന്ന് വിളിച്ചത് BJP പ്രതിനിധിക്ക് കുറച്ച് പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ സുരേഷ് ഗോപി കോമാളി മാത്രമല്ല, അദ്ദേഹം കൃത്യമായി വർഗീയത പറയുന്ന, വർണ്ണവെറി സൂക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ ക്രിമിനൽ കേസ് നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ BJP പ്രതിനിധിയെ അത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പിണറായി വിജയൻ തീർച്ചയായും അല്ല, ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അത് താങ്കൾ പറയുന്നത് വസ്തുതകളായതുകൊണ്ടല്ല. ഞാൻ താങ്കൾക്ക് നൽകുന്ന ജനാധിപത്യ മര്യാദയുടെ പേരിലാണ്. പിണറായി വിജയൻ കോമാളി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അത് ജനാധിപത്യ സ്വാതന്ത്ര്യമായതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ക്ഷമ കാണിക്കുക. BJP പ്രതിനിധി ആയതുകൊണ്ട് ക്ഷമ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ചില യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ ഉൾക്കൊണ്ടേ മതിയാവൂ. പിന്നെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പ്രബുദ്ധമായ ഒരു ജനതയാണ്. അത് തൃശ്ശൂരാണെങ്കിലും ശരി, മലപ്പുറം ആണെങ്കിലും ശരി, തിരുവനന്തപുരം ആണെങ്കിലും ശരി, BJPയുടെ യാതൊരു രാഷ്ട്രീയ ഗിമിക്കുകളും കേരളത്തിൽ എഫക്റ്റ് ആവാൻ പോകുന്നതില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഏറ്റവും സുരക്ഷയോടെ വസിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ വലിയ ജനസമൂഹം ഇടതുപക്ഷത്തോടു കൂടി ഉറച്ചു നിൽക്കും. ഏതായാലും സമയപരിമിതി കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം ആ രീതിയിൽ എനിക്ക് തിരിച്ചു വീണ്ടും BJP പ്രതിനിധിയിലേക്ക് എത്താൻ കഴിയാത്തത്. ഏതായാലും മറ്റന്നാൾ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുന്നു. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. 87% പ്രേക്ഷകരും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു നിർണായക പ്രഖ്യാപനം അന്നുണ്ടായേക്കും എന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും ആദ്യം കളം ചവിട്ടുന്നത് BJP തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിൽ തർക്കമില്ലാതാകുന്നു. വളരെയധികം നന്ദി ശ്രീ ഷമീർ TP, അജി കുര്യസ്, ഒപ്പം ശ്രീ TR രമേശ് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു ഗൾഫ് ടീം. നമസ്കാരം.